ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ്. ഇത് നമ്മൾ ട്യൂസ്ഡേയിൽ ചെയ്യുന്ന ക്യൂ തന്നെയാണ്. അതേ നിങ്ങൾ ലാസ്റ്റ് വീക്ക് അതിന് മുന്നേയൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് കമന്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ DM-ലുള്ള ഡൗട്ട്സുകൾ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ കണ്ടീഷണറിന്റെയും ഹെയർ മാസ്കിന്റെയും ഡിഫറൻസിനെ പറ്റിയിട്ട്. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ ഹെയർ ടൈപ്പുകൾ അല്ലെങ്കിൽ സ്കാൽപ് ടൈപ്പുകളെ പറ്റി പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചാണ് നമുക്ക് സ്കാൽപ് ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത്. അപ്പൊ അതിനെ പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ സ്കാൽപ്പ് മെയിൻലി ഓയിലി, ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷാമ്പു എടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യുക, അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്യുക. അതിന് മുന്നേ ഓയിൽ ഒന്നും യൂസ് ചെയ്യരുത് തലയിൽ. അപ്പം അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അന്ന് വൈകിട്ട് തന്നെ ഹെയർ ഭയങ്കര ഓയിൽനെസ് അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയൊക്കെ തന്നെ ഓയിൽനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിത്തിൻ 2 ഡേയ്സിൽ നിങ്ങൾക്ക് ഹെയറിൽ സ്കാൽപ്പിൽ ഓയിൽനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ആയിരിക്കും. കാരണം നമുക്കറിയാം 2 ദിവസത്തിനുള്ളിൽ നമ്മൾ കുളിച്ചേ പറ്റും, അത്രയ്ക്കും ഓയിൽനെസ് നമ്മുടെ സ്കാൽപ്പിൽ വരുന്നുണ്ടെങ്കിൽ അത് ഓയിലി ഹെയർ ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് തന്നെ അധികം ചെറിയൊരു ഓയിൽനെസ് ഒക്കെ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളത് നോർമൽ ഹെയർ ആയിരിക്കും. അതല്ല കുളിച്ച അന്ന് വൈകിട്ട് തന്നെ നിങ്ങൾക്ക് ഹെയർ ഡ്രൈ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹെയറിൽ ഒരു ഓയിൽനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെന്നാണ്, ഡ്രൈ സ്കാൽപ്പ് ആണെന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സ്കാൽപ്പിന്റെ ഓയിലി ആണോ നോർമൽ ആണോ ഡ്രൈ ആണോ എന്ന് മനസ്സിലാക്കാമല്ലോ. ഇത് നമ്മുടെ ഹെയറിന്റെ ലെങ്തിലോട്ട് വരുമ്പം നോർമലി ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് ഓയിലി ഹെയർ വരാനാണ് ചാൻസ്. അതുപോലെ നോർമൽ ഹെയറിലും ഡ്രൈ ഹെയറിലൊക്കെ അങ്ങനെയാണ് വരാൻ ചാൻസ് കൂടുതൽ. പക്ഷേ നിങ്ങളുടെ നല്ല കേളി വേവി ഹെയർസ് ഒക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ സ്കാൽപ്പ് നല്ല ഓയിലി ആയിരിക്കും, പക്ഷെ നമ്മുടെ ലെങ്തിലോട്ട് വരുമ്പോൾ ഒരു ഫ്രിസിനെസ് ഒരു ഡ്രൈനെസ് കാണും. അതായത് ഓയിലി സ്കാൽപ്പ് ആയിരിക്കും, ലെങ്ത് ഡ്രൈ ആയിരിക്കും. അതിന് റീസൺ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാക്കുന്ന ഓയിൽ നമ്മുടെ ലെങ്തിലോട്ട് ഇറങ്ങി വരത്തില്ല, ആ ഒരു ഓയിൽനെസ് കാരണം. അതുകൊണ്ട് നമ്മുടെ സ്ട്രാൻഡ്സ് ഫ്രിസി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കണ്ടീഷണറിന്റെ കൂടെ തന്നെ നിങ്ങൾ കേളി അല്ലെങ്കിൽ വേവി ഹെയറിന്റെ കണ്ടീഷണറോ മാസ്കോ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ സ്കാൽപ്പ് എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലായാലും ഇനി നമുക്ക് നോക്കേണ്ടത് കണ്ടീഷണറും മാസ്കും യൂസ് ചെയ്യുന്നതിന്റെ കാര്യം. മേ ബി ഞാൻ ഷോർട്ടിൽ പറഞ്ഞതുകൊണ്ടായിരിക്കും ആൾക്കാരുടെ ഇപ്പോഴത്തെ സംശയം, എല്ലാവർക്കും ഡൗട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നോർമൽ ഹെയർ ആണെങ്കിൽ ഇപ്പൊ ഞാൻ മാസ്ക് യൂസ് ചെയ്യണ്ടല്ലോ, എന്റെ ഡ്രൈ ഹെയർ ആണ്, അപ്പൊ ഞാൻ വീക്ക്ലി വൺസ് മാസ്ക് മാത്രമേ യൂസ് ചെയ്താൽ മതിയോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് ഹെയർ ടൈപ്പും ആയിക്കോട്ടെ, നിങ്ങൾ എത്ര തവണ ഹെയർ ഷാമ്പു വാഷ് ചെയ്താലും അത്രയും തവണ തന്നെ നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ നോർമൽ അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, ലെങ്ത് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അധികം ലെങ്തിലോട്ട് ഡ്രൈനെസ് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടീഷണർ തന്നെ യൂസ് ചെയ്താൽ ആവശ്യത്തിന് മോയിസ്ചറൈസേഷൻ ഹൈഡ്രേഷൻ നിങ്ങളുടെ ലെങ്തിന് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പും ലെങ്തും വീണ്ടും ഡ്രൈ ആവും. അപ്പൊ നമ്മളൊരു മാസ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിനെയും ലെങ്തിനെയും നമുക്ക് ഒന്നുകൂടെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ഡ്രൈ സ്കാൽപ്പും ലെങ്തും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ കുളിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ സ്കാൽപ്പിന്റെ കൂടെ ഷാമ്പുവിന്റെ കൂടെ കണ്ടീഷണർ യൂസ് ചെയ്യുക. പക്ഷെ വീക്ക്ലി വൺസ് ഒരു മാസ്ക് കൂടെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും കുറയ്ക്കാനായിട്ട് നല്ലതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോർമലുകാർക്കും ഓയിലിക്കാർക്കും ഒക്കെ മാസ്ക് യൂസ് ചെയ്യും. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് നറിഷ്മെന്റ് ഉള്ള മാസ്കിനേക്കാളും അല്ലാത്ത സാധാരണ മാസ്ക് ആയിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മോയ്സ്ചറൈസർ ഉള്ള തിക്ക് മാസ്കുകൾ യൂസ് ചെയ്യണമെങ്കിൽ സ്കാൽപ്പ് വീണ്ടും ഓയിൽനെസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ കുറച്ച് തിക്ക് ആയിട്ടുള്ള ക്രീംസ് ഫേസ് മോയ്സ്ചറൈസർ നമ്മൾ ഫേസിലിട്ട് നമുക്കൊന്നുകൂടെ ഓയിൽ ആവത്തില്ലേ. പക്ഷെ നമ്മൾ ജെൽ മോയ്സ്ചറൈസർ ഒക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ, അധികം പ്രശ്നം ഉണ്ടാവില്ലോ. എക്സാക്ട്ലി സെയിം അങ്ങനെയാണ് നമുക്ക് മാസ്കും കണ്ടീഷണറും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷണർ എപ്പോഴും ലെങ്തിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതായത് മുടിയുടെ സ്ട്രാൻഡ്സിൽ മാത്രം, സ്കാൽപ്പിൽ അങ്ങോട്ട് പോകത്തില്ല. കാരണം നമ്മുടെ സ്കാൽപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുടി അങ്ങ് ഫ്ലാറ്റ് ആയിട്ട് പോകും. മാത്രമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാൽപ്പിലോട്ട് കണ്ടീഷണറിന്റെ ആവശ്യമില്ല, ഹെയറിന്റെ ലെങ്തിൽ മാത്രമേ കണ്ടീഷണറിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെങ്തിലോട്ട് ഷാമ്പു അധികം ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കാൽപ്പിലാണ്. നമ്മുടെ സ്കാൽപ്പിലെ ബിൽഡപ്പും ഓയിൽനെസ്സും ഡേർട്ടിനെയൊക്കെ കഴുകി കളയാനാണ് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നത്. അത് കഴുകി കളയുമ്പോഴത്തേക്ക് ആ പത അല്ലെങ്കിൽ ആ ലാദർ നമ്മുടെ ലെങ്തിൽ കൂടെ ആണല്ലോ ഒളിച്ചു പോകുന്നത്. അപ്പോൾ ഉള്ള ആ ഒരു വാഷ് മതി നമ്മുടെ ലെങ്തിലുള്ള അഴുക്ക് കളയാനായിട്ട്. പിന്നെ അടുത്ത കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അതും കൂടെ ചേർത്ത് പറയാം. വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ എത്ര തവണ ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്കിൽ ഹെയർ വാഷ് ചെയ്യണമെന്ന്. അത് ആക്ച്വലി ചോയ്സ് ആണ്. ചില ആൾക്കാർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യം വരും. ഒന്നുകിൽ അവരുടെ ഹെയർ ഓയിലി ആയതുകൊണ്ട്, അതല്ലെങ്കിൽ അവർ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഡെയിലി, അതല്ല വീട്ടിൽ തന്നെ ഒരുപാട് പണിയെടുക്കും, വിയർക്കും, മുടിയിൽ ചാരമൊക്കെ തട്ടുന്നൊക്കെ മീൻസ് ആ ഒരു പൊടി തൂപ്പും തൊടുപ്പും ഒക്കെ മുടി പെട്ടെന്ന് ഈ വിയർപ്പൊക്കെ നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ അഴുക്ക് പോയിരിക്കത്തില്ല, നമ്മുടെ ഫേസിൽ പോകുന്നവർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ടത് ആവശ്യമാണ്.
അപ്പൊ തന്നെ നമ്മുടെ പണ്ടത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസറും കിട്ടും. പണ്ട് എല്ലാവരും ഡെയിലി ഹെയർ വാഷ് ചെയ്യലും, പിന്നെ ഇപ്പൊ എന്തിനാണ് ആൾട്ടർനേറ്റ് ഡേയ്സിലേക്ക് ഡോക്ടേഴ്സ് വാഷ് ചെയ്യാൻ പറയണേന്ന്? ആൻസർ ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. പണ്ടത്തെ കാലത്ത് അതായത് ഓൺസപ്പിന് ടൈം വീട്ടിലായാലും ഇപ്പൊ അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മൾ മിക്സി ഇല്ല, ഗ്രൈൻഡർ ഇല്ല, തറ തൂക്കണം. അപ്പൊ നമ്മള് മാൻ പവർ കൂടുതലാണ്. അപ്പൊ അത്രയും നേരം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അത് കാരണം നമ്മൾ വിയർക്കും. ആ വിയർപ്പ് നമ്മുടെ സ്കാൽപ്പിൽ ബിൽഡപ്പ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഡെയിലി ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ ഹെയറിൽ സ്കാൽപ്പിൽ ബിൽഡപ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ താളിയൊക്കെ തലയിൽ യൂസ് ചെയ്യാനും കാരണം. അവര് താളിയുടെ കൂടെ മുടി നന്നായിട്ട് പ്രീ ഓയിലും കൂടെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ മുടി നല്ല കണ്ടീഷൻ ആയിട്ട് വരും. അതുകൊണ്ടാണ് അവർക്കൊന്നും അധികം ഡ്രൈ ഹെയർ വരാത്ത. കാരണം അവർ ഹെയർ ഓയിലും ചെയ്യുന്നുണ്ട്, പിന്നെ താളി അല്ലെങ്കിൽ പണ്ടത്തെ ചമ്പു അങ്ങനെയില്ല, ആ ഒരു സോപ്പും അതിന്റെ സാധനം അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവും. ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ഓയിൽ ചെയ്യാതെ തലയിൽ താളി തേച്ചൊക്കെ നന്നായി നമ്മുടെ ഹെയർ ഡ്രൈ ആവും. പക്ഷെ നിങ്ങൾ ഒരു പ്രീ ഓയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം ഡ്രൈ ആവട്ടെ. അതായത് പണ്ട് നമ്മൾ പ്രീ ഓയിലും ഷാമ്പു ആണ് ഈ ഹെയർ വാഷും ആണ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഹെയർ വാഷും കണ്ടീഷനിങ്ങും ആണ്, ലൈക്ക് ഓപ്പോസിറ്റ്, കഴുകിയിട്ട് കണ്ടീഷൻ ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോ ഹെയർ ഓയിൽ ചെയ്യുന്ന തെറ്റാണോ? അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൽപ്പ് ഓവർ ഓയിൽനെസ്, ഫംഗസ് ഗ്രോത്ത് ഒന്നുമില്ല, മുഖത്ത് ഒരുപാട് കുരുക്കളില്ല എന്നുണ്ടെങ്കിൽ, ഡാൻഡ്രഫ് തലയിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓയിലിംഗ് കുഴപ്പമില്ല. അതായത് വീക്ക്ലി വൺസോ ടോയ്സോ കുളിക്കുന്നതിന് 2 to 3 hours മുന്നേ, അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ഹെയർ ആണെങ്കിൽ 2 to 3 hours മുന്നേ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഒരു നോർമൽ ഹെയർ ഒക്കെ 30 minutes മുന്നേ പ്രീ ഓയിൽ ചെയ്തിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യാം, ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ മാക്സിമം ഓവർനൈറ്റ് ആയിട്ട് ഓയിൽ വെച്ചിട്ട് സ്ലീപ്പ് ചെയ്ത് ഒഴിവാക്കുക. കാരണം ഓയിലാണ്. അപ്പം ഒരുപാട് പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മളെ പില്ലോയിൽ ബിൽഡപ്പ് ആണ്, പിന്നെ നമ്മളെ ഈ ഒരു ഹെയർ ലൈനിന്റെ അവിടെ നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്, സ്കാൽപ്പിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്കാൽപ്പിൽ പിമ്പിൾസ് എന്നുള്ള വേദന അറിയാലോ, അപ്പൊ അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഹെയർ ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മുടെ കഴുത്തിന്റെ ബാക്ക് മിസ്സാണ്. അപ്പൊ നിങ്ങൾ ഹെയർ ഷാമ്പു ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബേക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു കുറച്ച് എമൗണ്ട് എടുക്കുക, ബേക്ക് സ്കാൽപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്ത് നമ്മൾ സ്കാൽപ്പ് മൊത്തം കവർ ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആദ്യം എടുത്തതിന്റെ 1/3 എടുത്തിട്ട് ഹെയർ സ്കാൽപ്പ് ഒന്നുകൂടെ നന്നായിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പ് ക്ലിയർ. ഇത് നിങ്ങൾ എപ്പോഴും കഴിയുമ്പോൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ വീക്ക്ലി വൺസ് ഒക്കെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബിൽഡപ്പുകൾ സ്കാൽപ്പിൽ വരത്തില്ല. ഒരുപാട് പേർക്ക് ഹെയർ ഫോൾ വരുന്നത് സ്കാൽപ്പിലെ ബിൽഡപ്പ് കാരണം നമ്മൾ അടിയിലുള്ള ഗ്ലാൻഡുകൾക്കും അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിൾസിനും ബ്രീത്ത് ചെയ്യാനുള്ള അവസരം കിട്ടാത്തതൊക്കെ കൊണ്ടാണ്. അതായത് അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തത് കാരണം നമ്മൾ അഴുക്കിങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുകയും അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഹെയർ ഫോൾസ് ഒക്കെ വരാൻ ചാൻസ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ കുറെ അത് മാറ്റിയെടുക്കാൻ പറ്റും. എപ്പോഴും മനസ്സിലാക്കുക, ഹെയറിന്റെ ലെങ്ത്, ഹെയറിന്റെ തിക്നെസ് നമ്മുടെ ഫുഡിനെ, ഹെറിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഹോർമോണിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നിങ്ങളൊരു ഷാമ്പു യൂസ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഹെയർ ഓയിൽ യൂസ് ചെയ്തുകൊണ്ടോ മാത്രം നിങ്ങൾക്ക് ഹെയറിന്റെ ലെങ്ത് വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് തിരിച്ച് വരാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ബാൾനെസ്, അതായത് നമുക്ക് കഷണ്ടി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ PCOD, PCOS അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നിങ്ങളുടെ സ്കാൽപ്പ് പോയി നിങ്ങളുടെ ഹെയർ ഫോളിക്കിൾസ് കംപ്ലീറ്റ്ലി ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുന്ന ഒരു ഓയിൽ യൂസ് ചെയ്തുകൊണ്ടൊന്നും കൊണ്ട് നമുക്ക് അത് തിരിച്ചു വരാൻ പറ്റില്ല. അതിന് PRP, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മറ്റേതിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കാരണം ഇതൊക്കെ ഒരു പല തവണ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഹെയർ ടൈപ്പ് മനസ്സിലായി, എങ്ങനെ ഹെയർ ടൈപ്പ് കണ്ടെത്താന്ന് മനസ്സിലായി, എങ്ങനെയാണ് നിങ്ങൾ ഷാമ്പു എങ്ങനെയാണ് അത് വെച്ചിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, ഡെയിലി ഹെയർ വാഷ് വേണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ ചോദിച്ചാൽ, തലയിൽ അഴുക്കുണ്ട് തോന്നി, കുളിക്കണം എന്ന് തോന്നി, ഹെയറിൽ അഴുക്കുണ്ട്, സോ അതൊന്നും ഞാൻ കുളിച്ചേ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ തലേന്ന് കുളിച്ചാൽ പിറ്റേന്ന് കുളിച്ചു. നമുക്ക് ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് വിയർത്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വീക്കിലി വൺസ് ടോയ്സ് കഴിവുകളൊന്നും നമ്മൾ ഇരിക്കത്തില്ലല്ലോ, കഴിവാറില്ലേ? എക്സാക്ട്ലി സെയിം തന്നെയാണ്. വിയർക്കുന്നുണ്ടോ, ഹെയർ അഴുക്കുണ്ടോ, സ്കാൽപ്പിൽ അഴുക്കുണ്ടോ, ഹെയർ വാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, ആക്ച്വലി ഞാൻ ഈ ചാനലിൽ ഒരു കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, അതാണ് റെറ്റിനോളും ട്രെറ്റിനോയിലും തമ്മിലുള്ള ഡിഫറൻസ്. അത് എപ്പോഴും പറയുന്നതാണ്. പക്ഷേ ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ 2 മാസത്തിനുള്ളിൽ തന്നെ ഷോർട്ടായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ആൾക്കാർ കൺഫ്യൂഷൻ ആണ്, ഏതാണ് നല്ലത്, റെറ്റിനോൾ ആണോ ട്രെറ്റിനോയിൻ ആണോ, എത്ര ഏജ്, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും കൂടെ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, റെറ്റിനോളും ട്രെറ്റിനോയിനും വിറ്റാമിൻ A 2 വരുന്ന സാധനങ്ങളാണ്. ഈ റെറ്റിനോൾ ആയാലും ട്രെറ്റിനോയിൽ ആയാലും നമ്മുടെ കൊളാജൻ, അതായത് നമ്മുടെ സ്കിൻ ഉണ്ടാക്കുന്ന കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്ന്, അതുകൊണ്ട് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ കുറച്ചുകൂടി ഈസിലി പെട്ടെന്ന് റിമൂവ് ആയിട്ട് പുതിയ സ്കിൻ പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു അതായത് ഒരുപാട് സ്കിൻ ഇറിറ്റേഷൻസ്, ഫസ്റ്റ് ഒരു കൂട്ടം പിമ്പിൾസും ഒക്കെ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
പിന്നെ ഇതാണ് രണ്ടിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിനകത്ത് റെറ്റിനോൾ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട്, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ റെറ്റിനോൾ നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ചില കേസുകളിൽ 15 വയസ്സുള്ള കുട്ടിക്ക് വരെ ട്രെറ്റിനോയിൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഒരുപാട് നാളൊന്നും അവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് 2 to 3 വീക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാറുമുണ്ട്. അത് ഡോക്ടർ അവരുടെ സ്കിന്നും അതിന്റെ സ്കിന്നിന്റെ തിക്നെസ്സും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റെറ്റിനോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 21 ഏജിന് അല്ലെങ്കിൽ 24 ഏജിനൊക്കെ എബോ, 21 പറയുന്നത് 24 ഏജിന് എബോ ഉള്ള ആൾക്കാർക്ക് റെറ്റിനോളിന്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ നോർമലി ഒരു ആന്റി ഏജിങ് റൊട്ടീനോട്ടാണ് നമ്മുടെ സ്കിന്നിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ തൊട്ടേ നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ അപ്പോഴാണ് റെറ്റിനോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ അപ്പോഴായിരിക്കും മെച്ചുവർ ഇനഫ്, അത്രയും ഒരു കൊളാജൻ ബൂസ്റ്റ് നമുക്ക് ആവശ്യമുള്ളൂ. അത് കാരണം അപ്പൊ ഈ കൊളാജൻ ബൂസ്റ്റ് വരുമ്പോൾ ഫൈൻ ലൈൻസും റിങ്കിൾസിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് 24 ഏജിലൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. അപ്പൊ അത് നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് റെറ്റിനോൾസ് ഹെൽപ്പ് ചെയ്യും. ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിൻകാരുടെ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ റെറ്റിനോൾ എല്ലാ സ്കിൻകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്കിൻ തിന്നാണ് അല്ലെങ്കിൽ കുറച്ച് സെൻസിറ്റീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ആഴ്ചയിൽ 7 ദിവസം നമ്മൾ വിറ്റാമിൻ സി നയാസിനമൈഡ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് 7 ദിവസവും 2 നേരം ഒന്നും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വീക്ക്ലി 3 പ്രാവശ്യമൊക്കെ മാത്രം റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മാത്രമല്ല അത് എപ്പോഴും നൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡേ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യണം. അത് മാത്രമല്ല നിങ്ങൾ റെറ്റിനോൾ സിറംസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിറ്റാമിൻ സി സിറം, സാലിസിലിക് ആസിഡ് സിറം, ഗ്ലൈക്കോളിക് ആസിഡ് സിറം, ലാക്ടിക് ആസിഡ് സിറംസ് ഒന്നും യൂസ് ചെയ്യും. പിന്നെ PHAC ഇതൊന്നും നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ കെമിക്കൽ പീലിംഗ് നമ്മൾ ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും സ്ക്രബിങ്ങോ അത് അങ്ങനെ ഉണ്ടെങ്കിൽ സ്ക്രബൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ അത് അവോയ്ഡ് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്ന സാധനമാണ്. ഇനിവേസ് അഥവാ നിങ്ങൾ അത് എത്ര കോൺഫിഡൻറ്റ് നിങ്ങൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ റിമൂവ് ചെയ്ത് ഫേഷ്യൽ ഹെയർ റിമൂവ് സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് അന്ന് ചെയ്യാൻ പാടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ നോക്കാം. അപ്പോൾ ബേസിക്കലി പറഞ്ഞില്ല രണ്ടിന്റെയും വ്യത്യാസം എന്ന് വെച്ചാൽ പിന്നെ റെറ്റിനോൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻസും കൂടുതലാണ്. റെറ്റിനോൾ കുറച്ചുകൂടി വീക്കാണ്. ഈ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, മറ്റേത് കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും റെറ്റിനോൾ ബിഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമേ വീക്കിലി വൺസ് ആൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുക. അതായത് അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ തിങ്കളാഴ്ച യൂസ് ചെയ്താൽ ദെൻ വെനസ്ഡേ യൂസ് ചെയ്യുക, ദെൻ സാറ്റർഡേ യൂസ് ചെയ്യുക. അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഒരുപാട് മോയ്സ്ചറൈസർ എടുക്കുന്നതിന് ഒരു കോയിൻ എമൗണ്ട് ഒന്നും എടുക്കരുത്. ഇപ്പോൾ ഒരു പീ സൈസ് എമൗണ്ട് റെറ്റിനോൾ മാത്രമേ സ്കിന്നിൽ അപ്ലൈ ആവുള്ളൂ. അത് റെറ്റിനോൾ ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പേർജിങ്ങിൽ പേടിയുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് മെത്തേഡ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ടെക്നിക്ക് ഫോളോ ചെയ്യാം. സാൻഡ്വിച്ച് മെത്തേഡ് എങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹൈഡ്രേറ്റിംഗ് ഫേസ് സെറംസോ അല്ലെങ്കിൽ നിങ്ങളുടെ മോയ്സ്ചറൈസേഴ്സോ അപ്ലൈ ചെയ്യുക. അതിനുശേഷം റെറ്റിനോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിൻ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഒന്ന് കൺട്രോൾ ചെയ്യാനും അത് കാരണം ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് മാറാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ 30 മിനിറ്റ്സ് ടെക്നിക്ക് എനിക്ക് എന്റെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം കഴുകിക്കളയുക, എന്നിട്ട് നിങ്ങളുടെ മോയ്സ്ചറൈസറോ ബാക്കി സിറംസ് യൂസ് ചെയ്യുക. അപ്പോൾ ഡൗട്ട് വരുന്നത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യാൻ പോകുന്നു. ഇല്ല, കഴുകി കളഞ്ഞു എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ റെറ്റിനോളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് പോലെയുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ സിറംസ്, മോയ്സ്ചറൈസേഴ്സ് നമ്മുടെ സ്കിന്നിൽ ലീവ് ചെയ്യുന്ന സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വന്ന ഡൗട്ട് നമ്മുടെ അണ്ടർആമിന്റെ അവിടെ, എന്റെ അണ്ടർആമിന്റെ അവിടെ പിഗ്മെന്റേഷൻ ഉണ്ട്, അത് മാറാൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ എപ്പോഴും പറയും അണ്ടർആമിന്റെ അവിടെ പിഗ്മെന്റേഷൻ വരാൻ കാരണം ഫ്രിക്ഷൻ ആണ്. അതിൽ നമ്മൾ ടൈറ്റ് ആയിട്ട് ക്ലോത്ത്സ് ഇടുമ്പോൾ, പിന്നെ നമ്മുടെ ഹെറിഡിറ്ററി കാരണം, നമ്മുടെ ഒബിസിറ്റി കാരണം, അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റിക് മെൽറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടർആമില് തിക്നെസ് അത് ഡാർക്ക്നെസ് വരും. പിന്നെ ഒരു കോമൺ ഫാക്ട് വേറെ ഒരെണ്ണം വരുന്നത് എനിക്കൊക്കെ ഉള്ളതാണ്. നമ്മുടെ അണ്ടർആമിന്റെ അവിടെ നമ്മുടെ റൂട്ട് നല്ല തിക്കായിരിക്കും. എന്റെ പിരിയത്തിലും എന്റെ അണ്ടർആമിനൊക്കെ റൂട്ടിന് നല്ല തിക്കാണ്. അത് പിടിച്ചാലും വലിച്ചാലും ഒന്നും വരത്തില്ല. ത്രെഡൊക്കെ ചെയ്യുമ്പോൾ നല്ല കരച്ചിലാണ് ഞാൻ. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ കുറച്ച് വ്യത്യാസമുണ്ട്. എനിവേസ് പെയിന്റ് ടോളറൻസ് സപ്പോർട്ട് ചെയ്യണ്ടാണെന്ന് തോന്നുന്നു ജീവിതം. എനിവേസ് അപ്പൊ അണ്ടർആമിന്റെ അവിടെ നമുക്ക് ആ റൂട്ടിന്റെ തിക്നെസ് കാരണം നമുക്ക് തോന്നും ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. സംഭവം ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ല, നമ്മുടെ സ്കിന്നിന്റെ അണ്ടറിൽ കൂടെ ഡാർക്ക്നെസ് തോന്നുന്നത് സത്യത്തിൽ അത് റൂട്ടാണ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ല. അടുത്തതെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് HASും BHAS ആണ് ഏറ്റവും ബെസ്റ്റ് അവിടെ യൂസ് ചെയ്യാൻ. BHAS യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ BHAS യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമുക്ക് BHA നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ലത് AHA ആണ്. കാരണം പ്രത്യേകിച്ചും ഗ്ലൈക്കോളിക് ആസിഡ് കാരണം അവിടെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ തടയാനും പറ്റും. പക്ഷെ നിങ്ങൾ അണ്ടർലൈൻ കോസ് മാറ്റാതെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറത്തില്ല. പിന്നെ എപ്പോഴും മനസ്സിലാക്കാം, നമ്മൾ സ്കിൻ ഓഫ് കളറിന് അണ്ടറിയുള്ള ആൾക്കാരാണ്. നമുക്ക് ശരീരങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത് നാച്ചുറൽ ആണ്, കോമൺ ആണ്.
അത് നോർമലൈസ് ചെയ്യുക തന്നെ വേണം. അല്ലാണ്ട് നമ്മളിപ്പോൾ പരസ്യത്തിൽ കാണുന്ന പോലെ എൻ്റെ അവിടെ ഫ്ലോലെസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് ഓൾറെഡി അങ്ങനെയാണ് ഇല്ലെങ്കിൽ നമ്മുടെ സെറത്തിനും ക്രീംസിനും ഒക്കെ ഒരു പരിധിയുണ്ട് അത് മാറ്റിയെടുക്കാനായിട്ട്. പക്ഷെ നിങ്ങൾ ലേസർ ട്രീറ്റ്മെന്റിനൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറാനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷെ അത് കറക്റ്റ് ടെക്നീഷ്യൻസ് ഡോക്ടറിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ തന്നെ നമുക്ക് അത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമ്മളൊരു എക്സ്ഫോളിയേറ്റിംഗ് സിറംസും അല്ലെങ്കിൽ അണ്ടർ ആം റോളോൺസും ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് മനസ്സിലാവും. നല്ല ലൈറ്റ് ആയിട്ട് മാറുകയും ചെയ്യും, ചേഞ്ച് മനസ്സിലാവും. പക്ഷെ ആ ഒരു ചേഞ്ച് നമുക്കത് ഇത് കണ്ടിട്ട് അത് കാണാൻ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് വീണ്ടും തോന്നുന്നത് നോക്കി ഇത് വീണ്ടും തിരിച്ചു വരികയാണ്. തിരിച്ചു വരാനുള്ള സാധനമാണ്, തിരിച്ചു വരും. നമ്മുടെ സ്കിന്നിനകത്തുള്ള പല കാര്യങ്ങളും നമ്മുടെ സ്കിൻ പോകുന്നതനുസരിച്ച് അണ്ടർലൈൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവും. അത് ഇനി ഈ ഒരു ചേഞ്ച് ചേഞ്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നതിന്റെ കാര്യം നമുക്ക് ഈ ചില ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ എല്ലാ ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ അത് ഹെറിഡിറ്ററി ആയിട്ട് ഒക്കെ ഇല്ലതാണെങ്കിൽ അത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് വന്ന സാധനങ്ങൾ മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ പിമ്പിൾ മാർക്സ് ഒക്കെ ആണെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തില്ല. കാരണം പിന്നെ പിമ്പിൾ ആ സെയിം സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല. അല്ലാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരത്തില്ല. പക്ഷെ ഹെറിഡിറ്ററി ആയിട്ട് തന്നെ അണ്ടർ ആം ഡാർക്ക്നെസ്, മെലാസ്മ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ എത്ര സാധനങ്ങൾ യൂസ് ചെയ്താൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തേത് 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഹെയർ കെയറിനെ പറ്റിയിട്ട്, പ്രത്യേകിച്ചും സ്കാൽപ് ടൈപ്പിനെയൊക്കെ പറ്റിയിട്ട്, പിന്നെ ടെറ്റിനോനും റിറ്റിനോളും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ നമ്മുടെ അണ്ടർ ആം ഡാർക്ക്നെസ്സിനെ പറ്റിയിട്ട്. അപ്പൊ ഇതെല്ലാം എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേയിൽ ചെയ്ത് തീർക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.